രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോഴും ദുരൂഹത ഇനിയും മാറുന്നില്ല. ഇന്നലെ 9 ജീവനുകൾ അപഹരിച്ചുകൊണ്ട് ആ I-20 കാർ പൊട്ടിത്തെറിച്ചപ്പോൾ തകർന്നത് രാജ്യത്തിന്റെ ഹൃദയം കൂടിയായിരുന്നു. ഇപ്പോഴും സ്ഫോടനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ കാരണത്തെക്കുറിച്ചോ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. ജെയ്ഷെ മുഹമ്മദ് അടക്കം ഭീകരബന്ധവും സംശയിക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കുന്നില്ല. സ്ത്രീകൾ ഉൾപ്പെടെ 20ഓളം പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ലാൽ ഖ്വില അഥവാ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ 1ഉം 4ഉം ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ പൊട്ടിത്തെറിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6:52-നായിരുന്നു രാജ്യത്തെ നടുക്കിയ സംഭവം. I-20 കാറാണ് ആദ്യം പൊട്ടിത്തെറിച്ചതും വാഹനത്തിനകത്ത് ഒന്നിലധികം യാത്രക്കാരുണ്ടായിരുന്നെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. വേഗം കുറച്ചെത്തിയ കാർ ട്രാഫിക് സിഗ്നലിന് സമീപം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപമുണ്ടായിരുന്ന 8 കാറുകളും ഇലക്ട്രിക് റിക്ഷകളും പൊട്ടിത്തെറിച്ചു. മരിച്ചവരിൽ കാൽനട യാത്രക്കാരും ഉൾപ്പെടുന്നതായി സംഭവ സ്ഥലത്തേക്കെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. നിലവിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസുകൾ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരുടെ കൂട്ടാളിയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയതെന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറ്റവും ഒടുവിലായി പങ്കുവെക്കുന്നത്. ചാവേർ സ്ഫോടനമാണ് നടന്നതെന്നും മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. ചാവേർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പഴയ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു സ്ഫോടനം. എന്തായാലും ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളാണെന്ന സൂചനകൾ ഇപ്പോഴും ശക്തമാണ്. ഹരിയാന രജിസ്ട്രേഷനിൽ HR26E 7674 എന്ന നമ്പറിലുള്ള വാഹനമെന്ന് രേഖകളിൽ കാണിക്കുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. മുഹമ്മദ് സൽമാൻ എന്നയാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നദീം എന്നയാളാണ് നിലവിലെ ഉടമ. സൽമാനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസും അന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്തു വരികയാണ്. പരിക്കേറ്റവർ ഡൽഹി LNGP ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അമിത് ഷാ സ്ഫോടന സ്ഥലവും ആശുപത്രിയും സന്ദർശിച്ചു. സ്ഫോടനത്തിന്റെ കാരണം ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും അമിത് ഷാ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുവെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. ചെങ്കോട്ടയുടെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിൽ പൊട്ടിത്തെറിച്ച വെളുത്ത I-20 കാറിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാർ ട്രാഫിക് സിഗ്നലിൽ മുന്നോട്ട് നീങ്ങുന്നതും ഡ്രൈവറുടെ സീറ്റിൽ കടുംനീല നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച് ഒരാൾ ഇരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കാർ സ്ഫോടനത്തിന് 3 മണിക്കൂറോളം മുൻപ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തു. 3:19-നെത്തിയ കാർ 6:48-നാണ് ഇവിടെ നിന്നും പുറപ്പെട്ടത്. 6:52-നാണ് കാർ പൊട്ടിത്തെറിച്ചത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഒരാൾ മാത്രമേ വാഹനത്തിനുള്ളിൽ ഉള്ളതായി കാണുന്നുള്ളൂ. എന്നാൽ സ്ഫോടനമുണ്ടാകുമ്പോൾ കാറിൽ 1-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നായിരുന്നു പ്രാഥമിക നിഗമനം. മറ്റാരെങ്കിലും ഈ മണിക്കൂറുകൾക്കുള്ളിൽ കാറിൽ കയറിയോ എന്നതടക്കം കണ്ടെത്താനാണ് ഇനിയുള്ള നീക്കം. അതേസമയം പ്രദേശത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തീ ഉടൻ തന്നെ അഗ്നിരക്ഷാസേന പൂർണ്ണമായും അണച്ചിരുന്നു. സ്ഫോടന ശബ്ദം കേട്ട ആളുകൾ പരിഭ്രാന്തരായി ഓടി. ബോംബ് സ്ക്വാഡും NIA NSG ഉൾപ്പെടെയുള്ള അന്വേഷണ സുരക്ഷാ ഏജൻസികളും സ്ഫോടന സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനം അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ സേനകൾ കാണുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായ ചാന്ദിനി ചൗക്കും ഈ പ്രദേശത്തിന് സമീപമാണ്. സ്ഫോടനത്തെ തുടർന്ന് ചാന്ദിനി ചൗക്ക് അതുപോലെ തന്നെ ചെങ്കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും അതുപോലെ പ്രധാന മാർക്കറ്റുകളുമൊക്കെ അടച്ചു. മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ, വിമാനത്താവളം, പൈതൃക കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഭീകരത ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്തുവരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കെ ഇക്കാര്യത്തിൽ അലംഭാവമുണ്ടായത് അതീവ സുരക്ഷാ വീഴ്ചയാണെന്ന വിലയിരുത്തലുകളും വ്യാപകമാണ്. ഡൽഹി സ്ഫോടനം ആസൂത്രിതമായ ചാവേർ ആക്രമണമാണെന്ന തരത്തിൽ അന്വേഷണം നീങ്ങുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യം നടുങ്ങിയ ഈ ദാരുണ സംഭവത്തിൽ ഡൽഹി പോലീസ് UAPA ചുമത്തി കേസെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിൽ ജെയ്ഷെ ഭീകരൻ ഉമർ മുഹമ്മദിന്റെ ബന്ധവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കാറിലുണ്ടായിരുന്ന, അതായത് സ്ഫോടനം നടന്ന കാറിലുണ്ടായിരുന്ന 3 പേരും ചാവേറുകൾ തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കരുതപ്പെടുന്നത്. കേസ് അന്വേഷണം NIA ഉടൻ തന്നെ ഏറ്റെടുക്കും. അതേസമയം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ രാജ്യത്തെ എല്ലാ വ്യോമത്താവളങ്ങളിലും എയർഫീൽഡുകളിലും
റെഡ് അലേർട്ട് നൽകിയതായി CNN അതുപോലെ തന്നെ ന്യൂസ് 18 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണമോ അതുപോലെ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്നാണ് നീക്കം. സ്ഥിതിഗതികൾ അസ്ഥിരമായി തുടരുന്നതിനാൽ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സായുധ സേനകൾ അതീവ ജാഗ്രതയിലാണെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യത്തിലും തയ്യാറെടുക്കാനും പാകിസ്ഥാൻ സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക ശാഖകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കാനും പ്രധാനപ്പെട്ട താവളങ്ങളിൽ ജെറ്റുകൾ പറന്നുവരാൻ വിധം തയ്യാറാക്കി നിർത്താനും പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ തിരിച്ചടി അതിനെ വളരെ സൂക്ഷ്മമായി വളരെ പേടിയോടുകൂടി തന്നെ പാകിസ്ഥാൻ കാണുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന ആശങ്കയെ തുടർന്നാണ് ഈ കരുതലുകൾ അല്ലെങ്കിൽ ഈ ഒരു സൈനിക സജ്ജ നീക്കങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 20-ലേറെ വാഹനങ്ങൾക്കാണ് സ്ഫോടനത്തിൽ തീപിടിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുഹമ്മദ് സൽമാൻ എന്ന ഗുരുഗ്രാം നിവാസിയുടെ പേരിലാണ് വാഹനമെന്നും എന്നാൽ ഇത് ഒക്ല നിവാസിയായ ദേവേന്ദറിന് ഇയാൾ 1.5 വർഷം മുൻപ് വിറ്റതായി മൊഴി നൽകി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ദേവേന്ദറിനെയും ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും എന്തായാലും പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലപ്പെട്ടത് പൊട്ടിത്തെറിച്ച കാറിന് സമീപത്തുണ്ടായിരുന്നവരാണ്. ഉഗ്രസ്ഫോടനത്തിൽ മൃതദേഹ ഭാഗങ്ങൾ മീറ്ററുകൾ അകലേക്ക് ചിതറിത്തെറിച്ചിരുന്നു. കാറിന്റെ ഡോർ തെറിച്ചു വീണത് 50 മീറ്റർ അകലെയാണ്. പൂർണ്ണമായി ചിന്നിച്ചിതറാത്ത മൃതദേഹം മറ്റൊരു കാറിന്റെ മുൻഭാഗത്താണ് പതിച്ചത്. ഡൽഹിയിൽ നിന്ന് 30 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ഫരീദാബാദിൽ നിന്ന് 2900 കിലോ സ്ഫോടക സാമഗ്രികൾ പിടിച്ചെടുക്കുകയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോഴാണ് സ്ഫോടനമുണ്ടായത്. ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു നടപടി. ലഷ്കർ ഇ തോയ്ബ നേതാവ് ഹമീദ് സെയ്ദ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. LET കമാൻഡർ സൈഫുള്ള സൈഫ് പാകിസ്ഥാനിലെ ഒരു റാലിയിൽ സംസാരിക്കവേ ഹഫീസ് സെയ്ദിന്റെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദും ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടും ഈ അടുത്തിടെയാണ് പുറത്തു വന്നത്. എന്തായാലും നിലവിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നുള്ളതും അതിനുള്ള കാരണവുമാണ്. ഏതെങ്കിലും വിധത്തിൽ സംശയിക്കുന്ന പോലെ തന്നെ ഇതൊരു ഭീകരാക്രമണം തന്നെയെങ്കിൽ അതിന് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടോ എന്നുള്ള കാര്യവും ഇന്ത്യ ശക്തമായി തന്നെ പരിശോധിക്കുന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.